ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ക്ലാസ്സസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ബാലൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 22 വരെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾസ്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ക്ലാസ്സസ് ഇതിനു മുമ്പ് ഇട്ടുള്ളത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ആർട്ടിക്കിൾ 23യും 24ഉം ആണ്. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യരുത്, അതിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു അവകാശം, മൗലിക അവകാശമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23യും 24ഉം. 23ൽ പറയുന്നത് എന്താ? Prohibition of traffic in human beings, forced labor are prohibited and any contravention of this provision shall be punishable in accordance with the law. അതായത് പൈസ തരാതെ ഇല്ലേ, റെമ്യൂണറേഷൻ തരാതെ കമ്പൽസറി ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അതായത് ഈ ബെഗറിനെ പോലെ ജോലി എടുപ്പിക്കുക. അതായത് അവിടെ പൈസ തരുന്നില്ല, റെമ്യൂണറേഷൻ തരുന്നില്ല, എന്നിട്ട് ഫോഴ്സ്ഡ് ആയിട്ട് ലേബർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഹ്യൂമൻ ബീങ്സിനെ ചെയ്യുകയാണ് എങ്കിൽ, അങ്ങനെ അവരെ ചൂഷണം ചെയ്യപ്പെടുകയാണെങ്കിൽ അതെന്തായിരിക്കും? ലോ വഴി പണിഷബിൾ ആണ്. അത് ഒരു വ്യക്തിയുടെ, അങ്ങനെ ചൂഷണം ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻസ്. ഇനി കുട്ടികളുടെ കാര്യമാണ് 24ൽ പറയുന്നത്. പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്. ഫാക്ടറീസിൽ, കാരണം ഫാക്ടറി അല്ലെങ്കിൽ ഹസാഡസ് ആയിട്ടുള്ള എന്തെങ്കിലും ഭയാനകമായിട്ടുള്ള ഇങ്ങനെയുള്ള വർക്ക് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ, കെമിക്കൽ ഇൻഡസ്ട്രീസ് അങ്ങനെയൊക്കെ ഉള്ളില്ലേ, അപ്പൊ അവിടെ ഒന്നും കുട്ടികളെ ഒന്നും പണിയെടുപ്പിക്കരുത്. അത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ് ആർട്ടിക്കിൾ 24 പ്രകാരം. എങ്ങനെ? നോ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 40 years, 14 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെയും shall be employed to work in any factory, ഒരു ഫാക്ടറിയിലും അവരെ വർക്ക് ചെയ്യിപ്പിക്കരുത്. ഓർ മൈൻ ഇൻഡസ്ട്രീസ്, ഖനിശേഖരങ്ങളിലൊന്നും, ഓർ എൻഗേജ്ഡ് ഇൻ എനി അതർ ഹസാഡസ് എംപ്ലോയ്മെന്റ്, അതായത് അവർക്ക് ഈ പറയുന്ന 14 വയസ്സിൽ കുട്ടികൾക്ക് താഴെ ഉള്ള കുട്ടികളെ ഈ ഹസാഡസ് ആയിട്ടുള്ള, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ ഫാക്ടറീസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൈൻസിലോ ഒന്നും കുട്ടികളെ പണിയെടുപ്പിക്കരുത്. അത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ് ആർട്ടിക്കിൾ 24 പ്രകാരം. അപ്പൊ ഇത് രണ്ടുമാണ് എക്സ്പ്ലോയിറ്റേഷൻ അഗൈൻസ്റ്റ് ഉള്ള, ചൂഷണങ്ങൾക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആർട്ടിക്കിൾ 23യും 24ഉം. അടുത്തത് നമ്മൾ നോക്കുന്നത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. റിലീജിയന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ മൗലിക അവകാശത്തെ പറ്റി പറയുന്നത്. ഫ്രീഡം ഓഫ് റിലീജിയൻ, അതായത് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനും അതോടൊപ്പം തന്നെ പ്രൊഫസ് ചെയ്യാനും, അതായത് നമുക്ക് എന്ത് വിശ്വാസമാണ്, നമുക്ക് ഏത് റിലീജിയനിലാണോ നിൽക്കാൻ താല്പര്യം ആ റിലീജിയൻ നമുക്ക് പ്രൊഫസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും, അതായത് ആ ബിലീഫ് നമ്മൾക്ക് കൊണ്ടു നടക്കാനും അതുപോലെ തന്നെ അത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യാനും അതല്ല എങ്കിൽ പ്രൊഫസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള ഫ്രീഡം ഉണ്ട്. ആർട്ടിക്കിൾ 25ൽ പറയുന്നുണ്ട് ഓൾ പേഴ്സൺസ്, എല്ലാ പേഴ്സൺസും ഈക്വലി എൻടൈറ്റിൽഡ്, ഈക്വലി തുല്യമായിട്ട് അവർക്ക് എൻടൈറ്റിൽഡ് ആണ്, അവകാശമുണ്ട്. എന്തിനു വേണ്ടി? ടു ഫ്രീഡം ഓഫ് കോൺഷ്യസ്നസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. അവർക്ക് ഇഷ്ടമുള്ള റിലീജിയൻ അവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെയുള്ള ഒരു അവബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സ്വതന്ത്രമായിട്ട് ഈക്വലി എല്ലാ വ്യക്തികൾക്കും തുല്യമായ അവകാശമുണ്ട്. ഫ്രീഡത്തിനുള്ള അവകാശം, റിലീജിയനുള്ള അവകാശം ആർട്ടിക്കിൾ 25ല്. ഇനി ആർട്ടിക്കിൾ 26ൽ പറയുന്നത് ഇതെല്ലാം റിലീജിയനുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 26ൽ പറയുന്നത് എവറി റിലീജിയസ് ഡിനോമിനേഷൻ ഓർ സെക്ട്, അതായത് റിലീജിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിനോമിനേഷനോ അല്ലെങ്കിൽ ഒരു സെക്ട്, ഒരു വിഭാഗത്തിനോ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കുള്ള അവകാശമാണ് എന്ത്? ടു എക്സ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ്. റിലീജിയസ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാരിറ്റബിൾ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നിർമ്മിക്കാനോ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒക്കെ ഉള്ള അവകാശം ഓരോ റിലീജിയസ് ആയിട്ടുള്ള സെക്റ്റുകൾക്കും അല്ലെങ്കിൽ ഓരോ റിലീജിയസ് ആയിട്ടുള്ള ഡിനോമിനേഷൻസിനും ഉണ്ട്. ഇനി ടു മാനേജ് ഇറ്റ്സ് റിലീജിയസ് അഫേഴ്സ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ റിലീജിയസ് ആയിട്ടുള്ള അഫേഴ്സുകൾ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ടു ഓൺ ആൻഡ് അക്വയർ ദ പ്രോപ്പർട്ടി, അതായത് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ആ ഒരു സെക്റ്റിന്റെ പേരിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർട്ടി വാങ്ങാനോ അല്ലെങ്കിൽ അത് നേടിയെടുക്കാനോ അക്വയർ ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പൊ പള്ളി വക അല്ലെങ്കിൽ അമ്പലം വക അവർ പ്രോപ്പർട്ടി വാങ്ങി അക്വയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നില്ല. അങ്ങനെ ടു അഡ്മിനിസ്റ്റർ ദി പ്രോപ്പർട്ടി അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ലോ, അതായത് നിയമത്തിന്റെ പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ട് അവരുടെ പ്രോപ്പർട്ടി അവർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനും സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ, അതായത് ആദ്യം പറയുന്ന എല്ലാ വ്യക്തികൾക്കും കിട്ടുന്ന റൈറ്റ് ആണ്. അവർക്ക് ഇഷ്ടമുള്ള അവബോധം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഈ പറയുന്ന റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും ഒക്കെ ഉള്ള
റൈറ്റ് ഓരോ വ്യക്തികൾക്കും ഉള്ളത്. ഇത് ഓരോ റിലീജിയസ് ആയിട്ടുള്ള ഡിനോമിനേഷനും ഓരോ സെറ്റുകൾക്കും ഉള്ള അവകാശമാണ് ഈ പറയുന്ന തരത്തിൽ. അവർക്ക് റിലീജിയസ് അഫേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാം, അവർക്ക് അതിനുവേണ്ടി പ്രോപ്പർട്ടി അക്വയർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 27 ആണ്. 27 പറയുന്നത് നോ പേഴ്സൺ ഷാൽ ബി കമ്പൽഡ് to pay any taxes for the promotion and maintenance of any religion or religious denomination. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റിലീജിയന്റെയോ ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഡിനോമിനേഷന്റെയോ മെയിൻ്റനൻസിനും അതിന്റെ പ്രൊമോഷനും വേണ്ടിയിട്ട് ഒരു വ്യക്തിയും ടാക്സ് കൊടുക്കാനായിട്ട് കമ്പൽ ചെയ്യാൻ നിർബന്ധിക്കാൻ പറ്റില്ല. ആർട്ടിക്കിൾ 27 പ്രകാരം ഏതെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഏതെങ്കിലും ഒരു റിലീജിയന് വേണ്ടിയിട്ട് ആ റിലീജിയന്റെ മെയിൻ്റനൻസിനും പ്രൊമോഷനും വേണ്ടിയിട്ട് ഒരാളോട് ടാക്സ് കൊടുക്കാൻ പറഞ്ഞ് കമ്പൽ ചെയ്യാനായിട്ട് ഒരു വ്യക്തിയും പറ്റില്ല. നമുക്ക് അങ്ങനെ കമ്പൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല. ഓക്കെ. ദെൻ ആർട്ടിക്കിൾ 28 പറയുന്ന നോ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോളി മെയിൻറ്റെയിൻ ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് ഫണ്ട്. ഓക്കെ, ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യണമെന്നോ ഒക്കെ പറയാൻ പറ്റില്ല. പക്ഷെ ചില എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഇപ്പോൾ ചില എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അതായത് റിലീജിയസ് ആയിട്ടുള്ള ആ ഒരു പ്രാക്ടീസിന് അണ്ടറിൽ പോകുന്നതാണ് എങ്കിൽ അവർക്കത് പറയാം, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ സ്റ്റേറ്റിന് അണ്ടറിലാണെങ്കിലോ, സ്റ്റേറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് എയ്ഡഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ, അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഈ പറയുന്ന തരത്തിൽ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അറ്റൻഡൻസ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യണമെന്ന് ആരെയും കമ്പൽ ചെയ്യാനായിട്ട് പറ്റില്ല. സ്റ്റേറ്റ് റൺ ചെയ്യുന്നതാണെങ്കിൽ, അതായത് സ്റ്റേറ്റിന്റെ ഫണ്ടിൽ നിന്നും റൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്റ്റേറ്റ് എയ്ഡഡോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഓർഗനൈസേഷനോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒക്കെ ആണെങ്കിൽ അവിടെ ഈ പറയുന്ന തരത്തിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിർബന്ധമായി ചെയ്യണമെന്നും പറഞ്ഞ് ആരെയും നമുക്ക് കമ്പൽ ചെയ്യാനായിട്ട് പറ്റില്ല. അത് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് റിലീജിയനുമായി ബന്ധപ്പെട്ട ഫ്രീഡം ആയിട്ട് ആർട്ടിക്കിൾ 25 to 28 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ആർട്ടിക്കിൾ 29 30 ആണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് 29 30 ആർട്ടിക്കിളിലാണ് പറയുന്നത്. ഇത് മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 29 പറയുന്നത് ഫോർ പ്രൊട്ടക്ടിങ് അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. അതായത് കൾച്ചറൽ ആയിട്ടുള്ളതും റിലീജിയസ് ആയിട്ടുള്ളതും എഡ്യൂക്കേഷണൽ ആയിട്ടുള്ളതും റൈറ്റ്സ് ആരുടെ? മൈനോറിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെ ഈ പറയുന്ന റിലീജിയസും കൾച്ചറലും എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള റൈറ്റ്സുകൾ. കാരണം അവർക്ക് ഈ പറയുന്ന കാസ്റ്റിന്റെയോ അല്ലെങ്കിൽ റിലീജിയന്റെയോ ഇങ്ങനെയുള്ള അടിസ്ഥാനത്തിലൊന്നും ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് എയ്ഡഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടെ എന്ത് ചെയ്യാൻ പാടില്ല, അഡ്മിഷൻസ് അവർക്ക് ഡിനൈ ചെയ്യാൻ പാടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു കൾച്ചർ ഒക്കെ ഉള്ള ഒരു കൂട്ടം ആളുകളാണ് എങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു ലാംഗ്വേജും സ്ക്രിപ്റ്റും കൾച്ചറും ഒക്കെ കൺസേർവ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ ഇത് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യുക, കൾച്ചറൽ ആയിട്ടുള്ളയും റിലീജിയസ് ആയിട്ടുള്ളയും എഡ്യൂക്കേഷണൽ ആയിട്ടുള്ളയും റൈറ്റ്സ് മൈനോറിറ്റീസ് ആയിട്ടുള്ള വിഭാഗങ്ങളുടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ കൺട്രിയിൽ ഒരു ഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യുക. അതായത് പല ആ ഒരു കൾച്ചറിലുള്ളവരും പല റിലീജിയനിലും പല ലാംഗ്വേജിലുള്ളവരുണ്ട്. ഇപ്പൊ ഇവരുടെയൊക്കെ ഈ ഒരു റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനോറിറ്റീസിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. അവർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ ഒന്നും ഡിനൈ ചെയ്യാൻ പാടില്ല. സ്റ്റേറ്റ് റൺ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ സ്റ്റേറ്റ് എയ്ഡഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും പിന്നെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജോ സ്ക്രിപ്റ്റോ കൾച്ചറൊക്കെ ഉള്ളവർക്ക് അവരുടെ ആ ഒരു റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൺസേർവ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ 29 പ്രകാരം. ഇനി 30 പറയുന്നത് റൈറ്റ് ഓഫ് ദി മൈനോറിറ്റീസിന് റൈറ്റ് തന്നെയാണ് പറയുന്നത്. എന്തിനു വേണ്ടി? ടു എക്സ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ മൈനോറിറ്റീസ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ മൈനോറിറ്റീസിനുള്ള റൈറ്റ് ആണ് പറയുന്നത്. അവർക്ക് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വിദ്യാഭ്യാസമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാനും അത് എക്സ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെയുള്ള, നിർമ്മിക്കാനും അത് അഡ്മിനിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ് ആണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. എല്ലാ മൈനോറിറ്റീസിനും വെദർ ബേസ്ഡ് ഓൺ റിലീജിയന്റെ ബേസിലുള്ള മൈനോറിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ബേസിലായിക്കോട്ടെ, അങ്ങനെയുള്ളവർക്കൊക്കെ എന്തുണ്ട്, ഇങ്ങനെയുള്ള മൈനോറിറ്റി കാറ്റഗറിക്കൊക്കെ അവർക്ക് റൈറ്റ് ഉണ്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യാനും അതോടൊപ്പം തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാനും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ചോയ്സിനനുസരിച്ച്. അപ്പൊ ഇതാണ് കൂടുതൽ മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതെന്ന് ഓർത്താൽ മതി 29 30. അപ്പൊ ഇത്രയാണ്
നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നോക്കുന്നത്. ഇനി അടുത്തതുള്ളത് 32 ആണ്. 32 എന്താ നോക്കുന്നത്? അതായത് നമ്മൾ ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റുകൾ വയലേറ്റ് ആവുക, ലംഘിക്കപ്പെടുകയാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് റെമഡീസ് പറയുന്നുണ്ട്. ആ റെമഡീസ് ആണ് നമുക്ക് സുപ്രീം കോടതിയിൽ റിട്ട് കൊടുക്കാൻ പറ്റും. പലതരത്തിലുള്ള റിട്ടുകളുണ്ട് ആർട്ടിക്കിൾ 32 പ്രകാരം. ആ റിട്ടുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. സോ അപ്പൊ ഇത്തരം ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടു നോക്കാം. അപ്പൊ ആർട്ടിക്കിൾ 14, അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ ആർട്ടിക്കിൾസിൽ ഈ 29 30 ഒക്കെ സിറ്റിസൺസിന് മാത്രമായിട്ടോ കിട്ടുള്ളൂ. അതായത് ഇന്ത്യയിലെ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് 29 30 ഒക്കെ കിട്ടുന്നത്. പക്ഷെ ചില ആർട്ടിക്കിൾസ് എല്ലാവർക്കും നോൺ സിറ്റിസൺസിനും ഒരുപോലെ കിട്ടുന്ന ഒരു റൈറ്റ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഓർത്തിരുന്നു ഏതൊക്കെയാണെന്ന് ഓപ്ഷനിൽ തരുമ്പോൾ ഇത് നോൺ സിറ്റിസൺ അവൈലബിൾ ആകുമോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ 14, 20, 21, 22, 25, 26, 27, 28 ഇത്ര ആർട്ടിക്കിൾസ് മാത്രമാണ് നോൺ സിറ്റിസൺസിന്, സിറ്റിസൺസ് അല്ലാത്തവർക്ക് അവൈലബിൾ ആയി കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് 19 ഒക്കെ ഉണ്ടോ? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത്, അസോസിയേഷൻ ഫോം ചെയ്യാനൊക്കെ, അതൊന്നും നോൺ സിറ്റിസൺസിന് കിട്ടുന്നില്ല. സിറ്റിസൺസിന് മാത്രം കിട്ടുന്ന റൈറ്റാ. പിന്നെ അതോടൊപ്പം ഇപ്പൊ പറഞ്ഞ കൾച്ചറൽ ആയിട്ടുള്ള റൈറ്റ്സും എഡ്യൂക്കേഷണൽ റൈറ്റ്സോ അതുമൊക്കെ നോൺ സിറ്റിസൺസിന് കിട്ടുന്നില്ല, സിറ്റിസൺസിന് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ റൈറ്റ്സ് ആണ് സിറ്റിസൺസിന് കിട്ടുന്നത്, ഏതൊക്കെയാണ് നോൺ സിറ്റിസൺസിന്? അപ്പൊ ഇത്രയുമാണ് നോൺ സിറ്റിസൺസിന് കിട്ടുന്നതെന്ന് ഓർത്താൽ മതി. ബാക്കിയെല്ലാം എന്തായിരിക്കും? സിറ്റിസൺസിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും നോക്കി വെക്കുക ക്ലാസ്സസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.